കോഴിക്കോട് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ഒരു മരണം. തിങ്കളാഴ്ച മരിച്ച 13 വയസ്സുകാരിക്കാണ് വെസ്റ്റ് നൈൽ ബാധ റിപ്പോർട്ട് ചെയ്തത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. എറണാകുളത്ത് വേങ്ങൂരിനു പിന്നാലെ കളമശ്ശേരി നഗരസഭയിലും മഞ്ഞപ്പിത്ത ഭീതി. പടരുന്ന പകർച്ചവ്യാധികളിൽ ആശങ്ക വേണോ? കാണാം വിശദമായ റിപ്പോർട്ട്. മലപ്പുറത്തും പെരുമ്പാവൂരിലും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പകർച്ചവ്യാധികൾ കൂടുമോ എന്നാണ് ആശങ്ക. കാലവർഷം വരുന്നതോടെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുമെന്നതിലും ആശങ്കയുണ്ട്. രണ്ടാഴ്ചക്കിടെ പകർച്ചവ്യാധികൾ ബാധിച്ച് കേരളത്തിൽ മരിച്ചത് 11 പേർ. രോഗബാധിതർ 1,00,000-ഓളം പേർ. പകർച്ചവ്യാധികളിൽ പകച്ചു നിൽക്കേണ്ടി വരുമോ കേരളത്തിന്? ഇപ്പൊ സംസ്ഥാനത്ത് 12 ഇടങ്ങളിലാണ് ഔട്ട്ബ്രേക്ക് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്. വ്യക്തി ശുചിത്വം, അതോടൊപ്പം തന്നെ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ 18ഉം 19ഉം നാളെയും മറ്റന്നാളും ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച 13കാരിക്ക് വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചു. മരണകാരണം ഇതാണോ എന്നത് സ്ഥിരീകരിക്കാൻ പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലം വരണം. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തത് 10 പേർക്ക്. 1937-ൽ യുഗാണ്ടയിലാണ് വെസ്റ്റ് നൈൽ പനി ആദ്യം റിപ്പോർട്ട് ചെയ്തത്. വൈറസ് മൂലമാണ് രോഗബാധ. ക്യുലക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് ഈ രോഗം പകരില്ല. തലവേദന, പനി, പേശിവേദന, തടിപ്പ്, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. കേരളത്തിൽ ആദ്യം വെസ്റ്റ് നൈൽ ബാധ റിപ്പോർട്ട് ചെയ്തത് 2011-ൽ ആലപ്പുഴയിലാണ്. 2019-ൽ രോഗം ബാധിച്ച് കോഴിക്കോട്ട് 6 വയസ്സുകാരൻ മരണമടഞ്ഞിരുന്നു. വെസ്റ്റ് നൈൽ പനി മാത്രമല്ല, മറ്റ് അപൂർവ പകർച്ചവ്യാധികളും കേരളത്തിൽ പടരുന്നുണ്ട്. എന്തുകൊണ്ട് ഇവ കേരളത്തിലേക്ക് മാത്രം വരുന്നു? എന്തുകൊണ്ട് ഇവയിൽ സമഗ്രമായ പഠനം നടക്കുന്നില്ല? കേരളത്തെ നടുക്കി നിപ്പ എത്തിയത് 2 തവണയാണ്. പഴന്തീനി വവ്വാലുകളാവാം രോഗവാഹകർ എന്ന നിഗമനത്തിനപ്പുറം വരും കാലങ്ങളിൽ ഇവ തടയാൻ എന്ത് നടപടിയെന്നത് ഇന്നോളം ആരും ചിന്തിച്ചിട്ടില്ല. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു എന്നത് മാത്രമാണ് ആശ്വാസം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 5 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ്. വിദഗ്ധരടങ്ങുന്ന 6-അംഗ മെഡിക്കൽ ബോർഡാണ് കുട്ടിയെ പരിചരിക്കുന്നത്. 5 ഇനം മരുന്നുകളുടെ മിശ്രിതമാണ് നൽകുന്നത്. പക്ഷേ ഇതിനോട് പ്രതികരിക്കുന്നില്ല. രോഗത്തിന് ഗുണപ്രദമാകുമെന്ന് കരുതുന്ന മരുന്ന് വിദേശത്തു നിന്നെത്തിക്കാൻ ശ്രമം തുടരുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. കുട്ടിക്കൊപ്പം കടലുണ്ടിപ്പുഴയിൽ കുളിച്ച മറ്റ് 4 പേർക്കും രോഗമില്ലെന്ന് സ്ഥിരീകരിച്ചത് ആശ്വാസകരമാണ്. രോഗം പിടിപെട്ട മൂന്നിയൂരിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കടലുണ്ടിപ്പുഴയിൽ കുളിച്ച നിരവധി പേർ ആശുപത്രിയിൽ എത്തുന്നുണ്ട്. എന്നാൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർ ആശുപത്രിയിൽ എത്തേണ്ടെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. തലച്ചോറ് തീനി എന്നറിയപ്പെടുന്ന നെഗ്ലറിയ ഫൗലിറി അമീബയാണ് രോഗകാരണം. ഒഴുക്ക് നിലച്ച വെള്ളത്തിലാണ് ഇവ ഏറെയുള്ളത്. മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെ തലച്ചോറിലെത്തും. തലച്ചോറിനെയും ആവരണങ്ങളെയും നാഡീവ്യൂഹത്തെയും ആക്രമിക്കുന്നതാണ് രോഗം മൂർച്ഛിക്കാൻ കാരണം. ഇതിനിടെ മഞ്ഞപ്പിത്തവും സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ പടരുന്നു. എറണാകുളത്ത് വേങ്ങൂരിന് പിന്നാലെ കളമശ്ശേരി നഗരസഭയിലും മഞ്ഞപ്പിത്ത ബാധ റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചക്കിടെ കളമശ്ശേരിയിൽ രോഗം സ്ഥിരീകരിച്ചത് 28 പേർക്ക്. വൃത്തിഹീനമായ സാഹചര്യം കണക്കിലെടുത്ത് നഗരസഭാ പരിധിയിലെ 5 ഭക്ഷണശാലകൾ പൂട്ടാൻ നിർദ്ദേശം നൽകി. ചില കൂൾബാറുകൾ വഴി രോഗം പടർന്നുവെന്നാണ് സംശയം. കടകൾ കേന്ദ്രീകരിച്ച് നഗരസഭ നടത്തിയ പരിശോധനയിലാണ് 3 ബേക്കറികളും 2 തട്ടുകടയും പൂട്ടാൻ നിർദ്ദേശം നൽകിയത്. വേങ്ങൂരിലേതുപോലെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാനുള്ള നടപടികളും ആരംഭിച്ചു. എറണാകുളം വേങ്ങൂരിൽ 180 പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ട സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ കണ്ടു. നിലവിൽ പഞ്ചായത്തിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നറിയിച്ചു. രോഗബാധിതർക്ക് സർക്കാർ ധനസഹായം ഉറപ്പാക്കുമെന്നാണ് വിവരം. പകർച്ചവ്യാധികൾ പെരുകിയാൽ പകച്ചു നിൽക്കേണ്ടി വരുമോ എന്ന നിലയിലേക്കാണ് കേരളം നീങ്ങുന്നത്. കേരളത്തിന്റെയും കേരളീയരുടെയും അതിജീവനഗാഥ ആവർത്തിക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ വിശ്വാസം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഹെൽത്ത് ഡെസ്ക് 24.